നമസ്കാരം. നമ്മളൊരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ചാപ്റ്ററിന്റെ പേരാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. Matter is made up of molecules, and according to the arrangement of molecules, matter is classified into solids, liquids, and gases. The basic introduction to this chapter is kinetic theory. We know that the solids, liquids, and gases are made up of the smallest particle called molecules. The arrangement of molecules in each of these substances are different, such as in solids, the distance between two molecules is roughly less than 2 angstrom. വിവിധ തരം എക്സ്പെരിമെന്റ്സിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു സോളിഡിനുള്ളിലെ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആംസ്ട്രോങ്ങിലും കുറവായിരിക്കും. ഒരു ആംസ്ട്രോങ് എന്ന് വെച്ചാൽ 10⁻⁻10 ആണ്, എന്ന് വെച്ചാൽ 2 × 10⁻⁻10 മീറ്ററിലും കുറവായിരിക്കും. ലിക്വിഡ്സിൽ 2 മോളിക്യൂൾസ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മോർ ദാൻ 2 ആംസ്ട്രോങ് ആണ്. മോർ ദാൻ 2 angstrom. And in gases, there is no fixed distance between the molecules. So the introduction to this chapter is kinetic theory. Kinetic theory പറയുന്നത് മോളിക്യൂൾസിന് ഏതെങ്കിലും തരത്തിലുള്ള എനർജി കൊടുത്താൽ, ലൈക്ക് ഹീറ്റ് എനർജി, by the means of radiation or any other means, ആ മോളിക്യൂൾസിന്റെ വെലോസിറ്റി ഇൻസൈഡ് എ മാറ്റർ, അത് സോളിഡ് ആകട്ടെ, ലിക്വിഡ് ആകട്ടെ, ഗ്യാസ് ആകട്ടെ, ഇൻക്രീസ് ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള എനർജി അങ്ങനെ മോളിക്യൂൾസിന് ലഭിച്ചാൽ ദേ വിൽ ബി എക്സൈറ്റഡ് ഇൻസൈഡ് ദ സബ്സ്റ്റൻസ്. സോളിഡ് ആയിക്കോട്ടെ, ലിക്വിഡ് ആയിക്കോട്ടെ, ഗ്യാസ് ആയിക്കോട്ടെ, ഒരു മോളിക്യൂളിന് ഏതെങ്കിലും തരത്തിലുള്ള എനർജി ലഭിച്ചാൽ ദേ വിൽ ബി എക്സൈറ്റഡ് ആൻഡ് മൂവ് വിത്ത് എ വെലോസിറ്റി. അങ്ങനെ ഒരു മാറ്ററിനുള്ളിൽ, ഒരു സബ്സ്റ്റൻസിനുള്ളിൽ മൂവ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ വെലോസിറ്റി വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. അല്ലെങ്കിൽ the velocity of the molecules inside a matter is directly proportional to the heat energy gained, otherwise the temperature. So our chapter is named as kinetic theory of gases. So in the case of gases, the velocity of the gas molecules is directly proportional to the temperature of the substance. So if the heat energy is increased, the velocity of the gas molecules will increase. Therefore, kinetic theory of gas says that the velocity of a gas molecule increases when the energy supplied to the molecule inside the gas is increased. And if the molecules are moving with a velocity, it will have kinetic energy. ശരിയല്ലേ? അതായത് ഒരു പെർട്ടിക്കുലർ ഗ്യാസിന്റെ മോളിക്യൂൾസിന് ഹീറ്റ് എനർജി കിട്ടിയാൽ അവയുടെ വെലോസിറ്റി കൂടും. അവയുടെ വെലോസിറ്റി കൂടിയാൽ ആ ഗ്യാസ് മോളിക്യൂൾസിന് എന്ത് എനർജി ഉണ്ടെന്ന് പറയാൻ നമുക്ക് കൈനറ്റിക് എനർജി ഉണ്ട്. Therefore, this theory is known as kinetic theory of gases. This theory is proposed by the great scientists Maxwell and Boltzmann. So, kinetic theory of gas means all gas molecules at a fixed temperature possess a fixed amount of kinetic energy. അതായത് kinetic theory പറയുന്നത് എല്ലാ ഗ്യാസ് മോളിക്യൂൾസിനും ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ടെമ്പറേച്ചറിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു സോളിഡിലെ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 ആംസ്ട്രോങ്ങിലും ചെറുതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് സ്ട്രോങ് ആയിരിക്കും. ഇന്റർമോളിക്കുലാർ ഫോഴ്സ്, മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ്. പക്ഷെ ലിക്വിഡ്സിലും ഗ്യാസസിലും അവരവരുടെ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായതിനാൽ ആ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കുറവായിരിക്കും. Like we say, the molecules are the smallest particle of a substance. The atoms are the smallest particle of a molecule. So the behavior of atoms and molecules can be explained by this kinetic theory of gases. ഒരു സബ്സ്റ്റൻസിന് ഹീറ്റ് എനർജി കൊടുത്താൽ അതിന്റെ പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ക്യാൻ ബി ചേഞ്ച്ഡ്. നമ്മൾ ഈ കഴിഞ്ഞ ചാപ്റ്ററിൽ ഈ 3 ക്വാണ്ടിറ്റികളെ കൂടെ ചേർത്ത് വിളിച്ച പേരായിരുന്നു തെർമോഡൈനാമിക് വേരിയബിൾസ്. അപ്പോൾ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൽ ഹീറ്റ് എനർജി കൊടുത്താൽ pressure, volume and temperature can be changed.
So what may be the connection between these three parameters, that is pressure, volume and temperature when heat energy is increased? ഹീറ്റ് എനർജി കൊടുത്താൽ ഒരു മോളിക്യൂളിന്റെ പ്രഷറിനും വോളിയത്തിനും ടെമ്പറേച്ചറിനും ചേഞ്ച് ചെയ്യുമ്പോൾ ഈ മൂന്ന് പേരും തമ്മിലുള്ള ഡിപ്പെൻഡൻസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും, അത് നമ്മളെ സഹായിക്കുന്നത് ഗ്യാസ് ലോസ് ആണ്. ഗ്യാസ് ലോസ് പറയുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടെന്ന് രണ്ട് മോളിക്യൂളുകൾ തമ്മിൽ. These intermolecular forces are connected with a law, of course, the gravitational law. F is equal to gmm by r square. So it is also called the inverse square law. അതായത് F is inversely proportional to r square എന്നാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിനെ കുറിച്ച് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് പറയുമ്പോൾ r കൂടുമ്പോൾ, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് എത്താൻ പറ്റും കുറയും. അതുകൊണ്ട് തന്നെയാണ് സോളിഡ്സിലെ രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്, ഇന്റർമോളിക്കുലർ ഫോഴ്സ് കൂടുതലാണ്. ലിക്വിഡ്സിലും ഗ്യാസസിലും രണ്ട് മോളിക്യൂളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായതിനാൽ അവർ തമ്മിലുള്ള ഫോഴ്സ് കുറവായിരിക്കും. ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ പ്രഷറിനും വോളിയത്തിനും ടെമ്പറേച്ചറിനും ചേഞ്ചസ് ഉണ്ടാവും നമുക്കറിയാം. എങ്കിൽ ഇവർ മൂന്നും തമ്മിലുള്ള ബന്ധം ഈസി ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്തു തരുന്നത് ഗ്യാസ് ലോസ് ആണ്. നിങ്ങൾക്കറിയാം പ്രധാനപ്പെട്ട മൂന്ന് ഗ്യാസ് ലോസ് ആണ് ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് ഗേ-ലുസാക്സ് ലോ. ബോയിൽസ് ലോ എന്താ നമുക്ക് നോക്കാം. ബോയിൽസ് ലോ റോബർട്ട് ബോയിൽ എന്നൊരു സയന്റിസ്റ്റ് ആണ് ബോയിൽസ് ലോ സജസ്റ്റ് ചെയ്തത്. അദ്ദേഹം പറയുന്നത് at a constant temperature the volume of a given mass of gas is inversely proportional to pressure applied to it എന്നാണ്. അതായത് വോളിയം കൂടിയാൽ പ്രഷർ കുറയും, വോളിയം കുറഞ്ഞാൽ പ്രഷർ കൂടും. P is inversely proportional to V. പെട്ടെന്ന് ഒരു എക്സാമ്പിളിലേക്ക് നോക്കിയാൽ എൻ്റെ കയ്യിൽ രണ്ട് ചേമ്പേഴ്സ് ഉണ്ട്, രണ്ട് അറകളുണ്ട്, രണ്ട് ബോക്സുകളുണ്ട്. ഒരു ബോക്സിന്റെ വോളിയം വലുതാണ്, ഒരു ബോക്സിന്റെ വോളിയം ചെറുതാണ്. രണ്ട് ചേമ്പറുകളിലും രണ്ട് ബോക്സുകളിലും സെയിം എമൗണ്ട് ഓഫ് ഗ്യാസ് നിക്ഷേപിച്ചു, സെയിം മാസ് ഓഫ് ഗ്യാസ് രണ്ട് ബോക്സിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ചെറിയ ബോക്സിൽ അഥവാ ചെറിയ ചേമ്പറിൽ നിങ്ങൾക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് ആർ ആൾവേസ് കൊളൈഡിങ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ദ വോൾസ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചു മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ, അതാണല്ലോ കൈനറ്റിക് തിയറി പറയുന്നത്. നമ്മുടെ ചെറിയ ബോക്സിൽ ഈ റാൻഡം മോഷനുള്ള പാർട്ടിക്കിൾസ് കൊളീഷൻ കൂടുതലായിരിക്കും. അതായത് അന്യോന്യം കൊളൈഡ് ചെയ്യും, അല്ലെങ്കിൽ അടുത്തുള്ള വാൾസുമായിട്ടും കൊളൈഡ് ചെയ്യും. ആ കൊളീഷൻ മുഖാന്തരം അവിടെ ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ അവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. മറിച്ച് രണ്ടാമത്തെ ബോക്സിൽ, അതായത് വലിയ ബോക്സിൽ ധാരാളം സ്ഥലമുള്ളതിനാൽ കൊളീഷൻ നടക്കുന്നുണ്ടെങ്കിലും ആ കൊളീഷൻ നടക്കുമ്പോൾ സമയം കുറവായിരിക്കും, അല്ലെങ്കിൽ ടു കൊളീഷൻസ് അടക്കമുള്ള സമയം കുറവായിരിക്കും. ഇവിടെ റാപ്പിഡ്ലി ആയിരിക്കും കൊളൈഡ് ചെയ്യുന്നത്, സ്ഥലമില്ല. അതുകൊണ്ട് എന്നാ പറ്റും, വളരെ ഇൻക്രീസ്ഡ് കൊളീഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജി കുറവായിരിക്കും, അത് കാരണം പ്രഷർ എന്നാ പറ്റും കുറവായിരിക്കാം. അപ്പോ ബോയിൽസ് ലോ പറയുന്നത് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഫോർ എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് the pressure is inversely proportional to volume. അത് തിരിച്ചും പറയാം, the volume is inversely proportional to pressure. ഇത് നമ്മൾ ഇക്വേഷൻ വൈസ് ആയിട്ട് എഴുതിയാൽ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. P equals K into 1/V എന്ന് എഴുതാം, or PV equals എന്നാ എഴുതാം, K എന്ന് എഴുതാം. അപ്പൊ pressure into volume is a constant for a given mass of gas at a given temperature. നമ്മൾ ഈ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐസോതെർമൽ എക്സ്പാൻഷന്റെ ഒക്കെ കേസസിൽ ധാരാളം ഡെറിവേഷൻസിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ബോയിൽസ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പ്രഷർ കൂടിയാൽ വോളിയം കുറയും. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് പ്രഷർ ആൻഡ് 1/V തമ്മിലുള്ള ഗ്രാഫാണ്. നമുക്കറിയാം പ്രഷറും ഇൻവേഴ്സ് ദ ഫോഴ്സ് തമ്മിലുള്ള ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനും ആയിരിക്കും. നമുക്ക് അടുത്ത ചാൾസ് ലോ എന്താണെന്ന് നോക്കാം. ചാൾസും ഗേ-ലുസാക്കും എന്നീ സയന്റിസ്റ്റുകൾ പഠിച്ചത് ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം എങ്ങനെ ചേഞ്ച് ചെയ്യും വൈൽ ടെമ്പറേച്ചർ ഈസ് ചേഞ്ച്ഡ്. അവർ സമർത്ഥിച്ചത് ഇഫ് പ്രഷർ ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ്. അതായത് ചാൾസ് ലോ പറയുന്നത് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, V പ്രൊപ്പോർഷണൽ ടു T. അതുകൊണ്ട് തന്നെ ചാൾസ് ലോ നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതാം, V is equal to ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്, or V by T is equal to എന്താണെന്ന് എഴുതാം, ഒരു കോൺസ്റ്റന്റ് ആണെന്ന് എഴുതാം. V by T equals a constant. നമുക്ക് മൂന്നാമതായിട്ട് പഠിക്കേണ്ട ലോ ആണ് ഗേ-ലുസാക്സ് ലോ. നമുക്ക് ഇതിനെ പ്രഷർ ലോ എന്ന് വിളിക്കാറുണ്ട്. പ്രഷർ ലോ, ഈ ലോ പറയുന്നത് അറ്റ് എ ഗിവൺ വോളിയം ദ പ്രഷർ ഈസ്
പ്രപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നാണ്. നമുക്ക് അതിനെ ഗേ-ലുസാക്സ് ലോ എന്ന് എഴുതാം. അദ്ദേഹം പറഞ്ഞത് at a given volume pressure is in proportional to temperature, otherwise P by T is a constant. രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ no gas obeys the three gas laws exactly. ഒരു ഗ്യാസും ഈ പറഞ്ഞ 3 ലോസും എക്സാക്ട്ലി അനുസരിക്കുന്ന ഒന്നുമില്ല. ഇതിന് കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ഈ ഗ്യാസ് ലോസ് അനുസരിക്കേണ്ടത്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. സോ വാട്ട് ഈസ് എൻ ഐഡിയൽ ഗ്യാസ്? ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് 3 ഗ്യാസ് ലോസിനെ അനുസരിക്കുന്ന ഗ്യാസ് ആണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. 3 ഗ്യാസ് ലോസ് ഏതൊക്കെയാണ്? ചാൾസ് ലോ, ബോയ്ൽസ് ലോ ആൻഡ് ഗേ-ലുസാക്സ് ലോ. നമുക്ക് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ഗ്യാസ് അണ്ടർ സർട്ടൻ കണ്ടീഷൻസിൽ എങ്ങനെ പെരുമാറണമെന്ന് കാണിച്ചു തരുന്ന ലോ ആണ്. നമുക്കറിയാം നമ്മുടെ ബോയ്ൽസ് ലോ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ volume is inversely proportional to pressure for a constant mass. എന്താണ് ചാൾസ് ലോ? at a constant pressure volume is proportional to temperature. നമുക്ക് ഈ രണ്ടുപേരും ഒരുമിച്ച് എഴുതിയാലോ? ഒരുമിച്ച് എഴുതി നമുക്ക് എഴുതാം V proportional to T by P എഴുതാം അല്ലെ? ന്യൂമറേറ്റർ T, ഡിനോമിനേറ്റർ P. or V is equal to constant to multiply into T by P എന്ന് എഴുതാം. or PV equals നമുക്ക് என்ன എഴുതാം? PV equals KT എന്ന് എഴുതാം അല്ലെ? ഇതൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഈ കോൺസ്റ്റന്റ് കെക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കോൺസ്റ്റന്റ് കെ എന്ന് വെച്ചാൽ ദിസ് കോൺസ്റ്റന്റ് കെ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഗ്യാസ്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതൽ എന്നാ പറ്റും? കെ കൂടും. നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറഞ്ഞാൽ കെ കുറയും. ഓ അതർവൈസ് നമുക്ക് എഴുതാം PV by T ഈക്വൽസ് എന്താണ് എഴുതാം? ഒരു കോൺസ്റ്റന്റ് ആണെന്ന് എഴുതാം. അപ്പോൾ ഈ K depends on the number of molecules present in the gas at a constant pressure, at a constant volume, at a constant temperature. K is a constant. നമ്മൾ കൺസിഡർ ചെയ്ത ഗ്യാസിൽ n number of moles ഉണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷൻ എഴുതാം. PV ഈക്വൽസ് എന്നാന്ന് എഴുതാം? nRT എന്ന് എഴുതാം അല്ലേ? K യുടെ വാല്യൂ നമുക്ക് nRT എന്ന് എഴുതാം. n is the ആരാണ്? n is the number of moles ആണ്. number of moles. ആൻഡ് ഈ കോൺസ്റ്റന്റ് R എന്താണ്? ആറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഈ ആറിന്റെ വാല്യൂ നമുക്കറിയാം. അതിലെങ്ങനെ കിട്ടുന്നത് നമുക്ക് ഡെറൈവ് ചെയ്യുകയും ചെയ്യാം. R ഈക്വൽസ് നമുക്ക് ഇങ്ങനെ എഴുതാം 8.31 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് എന്ന് എഴുതാം. ദി എമൗണ്ട് ഓഫ് മാസ് ഇൻ എ സാമ്പിൾ is measured by ഈ n എന്ന് പറയുന്നതാണ് എമൗണ്ട് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. ആ എമൗണ്ട് ഓഫ് മാസ് റെപ്രസെന്റ് ചെയ്യുന്ന n is equal to ഇങ്ങനെ എഴുതാം സ്മോൾ ലെറ്റർ m by ക്യാപിറ്റൽ ലെറ്റർ m ആണ്. ഈ സ്മോൾ ലെറ്റർ m എന്താണെന്ന് അറിയാമോ? സ്മോൾ ലെറ്റർ m എന്ന് പറയുന്നത് is the mass of the gas sample ആണ്. ആൻഡ് ക്യാപിറ്റൽ M എന്ന് പറയുന്നത് അറ്റോമിക് മാസ് ഓഫ് ദി ഗ്യാസ് ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ. PV equals nRT. Although an ideal gas obeys the expression PV equals nRT, no such gas exists. അങ്ങനെ ഒരു ഗ്യാസ് ഇല്ല. ഇനി കുറെ എക്സ്പെരിമെന്റ്സിൽ നിന്ന് കിട്ടിയ റിസൾട്ടുകളാണ് ഐഡിയൽ ഗ്യാസ് ഈ ഇക്വേഷൻ അനുസരിക്കുമെന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞു. എന്നിട്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാ ഐഡിയൽ ഗ്യാസ് എന്ന് ഉപയോഗിക്കുന്നത് അല്ലേ? റിയൽ ഗ്യാസസ് ഇത് അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ ഇട്ടേക്കുന്നത്? അതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഐഡിയൽ ഗ്യാസ് അനുസരിക്കുന്ന 2 കണ്ടീഷൻസ്. ഒന്ന്, പ്രഷർ ആൻഡ് ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസസ് ആർ നോട്ട് ടു ഹൈ. മാത്രമല്ല ദ ഗ്യാസ് ഈസ് നോട്ട് ടു ക്ലോസ് ടു കണ്ടൻസേഷൻ. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്യാസ് അതിന്റെ കണ്ടൻസേഷൻ പോയിന്റ് അടുത്തുള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല. ഈ 2 കണ്ടീഷൻസിന് ഇടയ്ക്ക് നിൽക്കുന്ന റിയൽ ഗ്യാസസ് ഒക്കെ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ അനുസരിക്കും. അഥവാ ടെമ്പറേച്ചർ ഒരു പരിധിക്ക് കൂടുകയും അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒരു പരിധിക്ക് താഴെയും വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ ഒന്നും അനുസരിക്കില്ല. അപ്പൊ കുറെ എക്സ്പെരിമെന്റ്സ് ചെയ്ത് മനസ്സിലായ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും ഡെൻസിറ്റിയിലും ഒക്കെ കുറെ ഗ്യാസുകളും അല്ലെങ്കിൽ എല്ലാ ഗ്യാസുകളും തന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിക്കും. പക്ഷേ ഈ ലിമിറ്റ് ഓഫ് ടെമ്പറേച്ചർ കടന്നു പോയാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ റിയൽ ഗ്യാസസ് അനുസരിക്കില്ല. അപ്പൊ നമ്മളിപ്പോ PV ഈക്വൽസ് nRT എന്ന ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. PV ഈക്വൽസ് nRT. അതില് R ഈക്വൽസ് എന്നാ എഴുതാം? R ഈക്വൽസ് PV by NT എന്ന് എഴുതാം. PV by NT.
ആറിന്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ ആറിന്റെ വാല്യൂ എഴുതില്ല. ആർ ഈക്വൽസ് 8.31 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് ആണ് എഴുതിയിരുന്നല്ലോ. ഈ യൂണിറ്റ് നമുക്ക് കൂടുതൽ കണ്ടുപിടിക്കാം. പ്രഷറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. വോളിയത്തിന്റെ മീറ്റർ ക്യൂബ് ആണ്. n നമ്പർ ഓഫ് മോൾസ്, മോൾ ആണ് SI യൂണിറ്റ്. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. T is Kelvin. That is പ്രഷറിന്റെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ m⁻⁻² എഴുതാം. വോളിയത്തിൻ്റെത് മീറ്റർ ക്യൂബ് ആണ്, ഡിവൈഡഡ് ബൈ മോൾ ആണ്, നമ്പർ ഓഫ് മോൾസ്, ടെമ്പറേച്ചറിന്റെ കെൽവിൻ ആണ്. ഈ എക്സ്പ്രഷൻ ഇന്ന് n ഇൻറ്റു m⁻²ന്റെ m⁻² എന്നാ പറ്റും? m⁻1 ആവും. അപ്പൊ m എഴുതാം ബൈ മോള് ഇൻറ്റു കെൽവിൻ എഴുതാം. ന്യൂട്ടൺ മീറ്റർ എന്തിന്റെ യൂണിറ്റാ? ന്യൂട്ടൺ മീറ്റർ. നമ്മൾ നേരത്തെ പഠിച്ചു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ ഉണ്ട് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെന്റ് അത് മീറ്റർ. അപ്പൊ ന്യൂട്ടൺ മീറ്റർ എന്തിന്റെ യൂണിറ്റ് ആയിരുന്നു? വർക്കിന്റെ. ആ ന്യൂട്ടൺ മീറ്ററിനെ നമ്മൾ വിളിച്ച പേര് ജൂൾ എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂമറേറ്ററിൽ ആളെ എന്നാ എഴുതാം? ജൂളും എഴുതാം ബൈ മോള് ഇൻറ്റു കെൽവിൻ. അപ്പൊ യൂണിറ്റ് ഇങ്ങനെയാ വന്നത്, ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ദ ഫാക്ട് ദാറ്റ് ആർ എന്ന് വെച്ചാൽ എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വില കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? ആറിന്റെ വില 8.31 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് ആണ്. അപ്പൊ എല്ലാ ഗ്യാസസിനും ആർ ഹാസ് ദ സെയിം വാല്യൂ. അപ്പൊ ഇതിന് വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ നേച്ചറിന്റെ സിംപ്ലിസിറ്റി. അപ്പൊ ഇതൊരു റിമാർക്കബിൾ റിഫ്ലക്ഷൻ ഓഫ് ദ സിംപ്ലിസിറ്റി ഇൻ നേച്ചർ. കാരണം എന്താണെന്ന് ചോദിച്ചാല് ഫ്രം അവോഗാഡ്രോ ഹൈപ്പോത്തിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് all gases at a constant pressure and temperature occupies equal volumes at STP. അല്ലെ? നമ്മളത് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അവോഗാഡ്രോ ഹൈപ്പോത്തിസിസ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്യാസിന്റെ വോളിയം PV/NT വോളിയം എന്ന് പറയുന്നത് ഒരു 1 മോൾ ആണെങ്കിൽ, അതായത് n-ന്റെ വില 1 ആണെങ്കിൽ R is equal to PV/T എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിലുള്ള ഏത് ഗ്യാസും ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും ഒരു കോൺസ്റ്റന്റ് പ്രഷറിലും ഒരു കോൺസ്റ്റന്റ് വോളിയത്തിലും എടുത്താൽ അവരുടെ PV/T എന്ന റേഷ്യോ ഈസ് സെയിം ഫോർ ഓൾ ദി ഗ്യാസസ്. അറ്റ് STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിന്റെ വാല്യൂ 273 കെൽവിൻ ആണ്. പ്രഷർ എന്ന് പറയുന്നത് 10⁵ പാസ്കൽ ആണ്. അപ്പൊ ഈ കണ്ടീഷൻസിൽ 1 mole of gas occupies 22.4 liters. അപ്പോ n എന്ന് പറയുന്നത് 1 mole എന്ന് പറയുന്നത് ഈക്വൽസ് 22.4 liters വോളിയം ഒക്കുപ്പൈ ചെയ്യും. എപ്പോഴാണ്? അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എന്ന് പറഞ്ഞാൽ 273 കെൽവിനിലും 10⁵ പാസ്കലിലും. ഇതിന്റെ അർത്ഥം നിങ്ങൾ ഹൈഡ്രജൻ എടുത്തോ, ഹീലിയം എടുത്തോ, ഓക്സിജൻ എടുത്തോ, 1 മോൾ ഓഫ് ഹൈഡ്രജന്റെയും 1 മോൾ ഓഫ് ഹീലിയത്തിന്റെയും 1 മോൾ ഓഫ് ഓക്സിജനും 22.4 ലിറ്റർ വോളിയം ആണ് ഒക്കുപ്പൈ ചെയ്യുന്നതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതൊന്ന് വളരെ ബ്യൂട്ടി അല്ലേ? ഏത് ഗ്യാസ് എടുത്താലും അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇറ്റ് കണ്ടെയ്ൻസ് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ V ഈക്വൽസ് 22.4 ലിറ്റർ ആണെങ്കിൽ ആ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ, വോളിയത്തിന് 22.4 ഇട്ട് കൊടുക്കുകയും നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിന്റെയും പ്രഷറിന്റെയും വാല്യൂ Pക്കും Tക്കും കൊടുത്താൽ കിട്ടുന്ന റിസൾട്ട് ആണ് 8.31 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. അപ്പോ 1 ലിറ്റർ ഓക്സിജൻ എടുക്കുമ്പോഴും 1 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താലും ഇറ്റ് കണ്ടെയ്ൻസ് എന്താ? 8.31 ജൂൾസ് മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആയിരിക്കും. ഇനി 22.4 ലിറ്റർ വോളിയം ഓഫ് എ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ 22.4 ലിറ്റർ വോളിയം ഓഫ് എ ഗ്യാസ് എടുത്താൽ അതിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണും? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണും. എത്രയാണത്? 6.023 into 10⁻23 മോളിക്യൂൾസ് കാണും 22.4 ലിറ്ററിൽ ഓഫ് ഗ്യാസിൽ. അതുകൊണ്ട് തന്നെ അവോഗാഡ്രോ ഹൈപ്പോത്തിസിസ് പറയുന്നത് എന്താണ്? At a constant temperature and pressure, equal volume of all gases contains the same number of molecules എന്നാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 10 മില്ലി ഹീലിയം ഉണ്ട്, ഒരു 10 മില്ലി ഓക്സിജനും ഉണ്ടെന്ന് വിചാരിക്കും. 10 മില്ലി ഹീലിയത്തിന് 4 മോൾസ് ഓഫ് ഗ്യാസ് ആണ് ഉള്ളതെങ്കിൽ 10 മില്ലി ഓക്സിജനും എന്തായിരിക്കും? 4 മോൾസ് മാത്രമേ കാണൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ആയിരിക്കണം. അപ്പൊ ഇതാണ് ഗ്യാസസിന്റെ പേര് മാറിയാലോ രൂപം മാറിയാലോ ഒന്നും
ഈക്വൽ നമ്പർ ഓഫ് ഓൾ പാർട്ടിക്കിൾസ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നുള്ളതാണ് അവോഗാഡ്രോ ഹൈപ്പോതെസിസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, ഇനിയാണ് നമ്മൾ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ യഥാർത്ഥ ഭാഗത്തിലേക്ക് പോകുന്നത്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അപ്പൊ നമുക്ക് ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിനെ കുറിച്ച്. നമുക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്താണെന്ന് ശ്രദ്ധിക്കാം. The kinetic theory of gases states that the gas consists of molecules which are in random motion with each other. അതായത് ഒരു ഗ്യാസ് മോളിക്യൂൾ എപ്പോഴും അന്യോന്യം ഇടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അന്യോന്യം സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരിക്കും. അത് ആക്ച്വലി നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുന്ന പോലെ, അധ്യാപകൻ ഇല്ലാത്തൊരു ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അധ്യാപകൻ ഇല്ലാതിരിക്കുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കുമല്ലോ. ഒരു കുട്ടി അപ്പുറത്തെ കുട്ടികളും ചൊറിയുന്നു, അയാൾ സംസാരിക്കുന്നു, മറ്റൊരാൾ റോക്കറ്റ് ഉണ്ടാക്കി വിടുന്നു, മറ്റൊരാള് ഇവിടെ ഇരിക്കുന്ന ആളെ അവിടോട്ട് കല്ലെടുത്തെറിയുന്നു, അല്ലെ? ഇങ്ങനെ വളരെ രസകരവും ബഹളവുമായിരിക്കും ഒരു ക്ലാസ്സിൽ. അപ്പൊ അതുപോലെയാണ് ഗ്യാസസിന്റെ സ്വഭാവം എന്നാണ് പറയുന്നത്. ദേ ആർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ വിത്ത് ഈച്ച് അതർ. രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്യാസ് മോളിക്യൂൾ ഡയമീറ്റർ നിങ്ങൾക്ക് ചിന്തിക്കാമെങ്കിൽ ആ ഡയമീറ്ററിനേക്കാളും കൂടുതൽ ദൂരത്തിലാണ് രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഓരോ ഗ്യാസ് മോളിക്യൂൾസും ഫാർ എവേ ആണ് മറ്റ് ഗ്യാസ് മോളിക്യൂൾസ് നിന്ന് അവരുടെ ലോകത്ത് നിന്ന് നോക്കിയാൽ. കാരണം അവരുടെ ഡയമീറ്ററിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസിലാണ് ഗ്യാസ് മോളിക്യൂൾസ് സെപ്പറേഷൻ. നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ എർത്തിന്റെ റേഡിയസ് എന്ന് ചിന്തിച്ചാട്ടെ, എർത്തിന്റെ റേഡിയസോ ഡയമീറ്ററോ ഒക്കെ ചിന്തിച്ചാട്ടെ. ആ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 6000 കിലോമീറ്റർ. അപ്പൊ അതിന്റെ ഇരട്ടി എന്ന് പറയുന്നത് 12,000 കിലോമീറ്റർ. 12,000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നവരാണോ? അല്ല. അപ്പൊ അതുപോലെയാണ് ഗ്യാസ് മോളിക്യൂൾസിന്റെ സിറ്റുവേഷൻ എന്നാണ് തിയറീസ് പറയുന്നത്. ദി ഗ്യാസ് മോളിക്യൂൾസ് ഓൾവേസ് കൊളൈഡ്സ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അതൊരു കണ്ടെയ്നറിനകത്തോ ഒരു വെസലിനകത്തോ വെച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ വാൾസിൽ കൂട്ടിയിടി നടത്തും. ഈ കൂട്ടിയിടി കാരണം എന്നാ പറ്റും? പ്രഷർ ഉണ്ടാവും. അപ്പൊ this pressure is a result of the continuous collision of gas molecules with each other and the walls of the container. ആക്ച്വലി നമുക്ക് ഈ പ്രഷറിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഈ വർഷത്തെ ഫോക്കസ് ഏരിയയിൽ നമുക്ക് ഈ പ്രഷർ എക്സൈറ്റഡ് ബൈ ഗ്യാസ് മോളിക്യൂൾസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും സമയമുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ക്ലാസ് പിന്നീട് എപ്പോഴെങ്കിലും എടുക്കാം. അപ്പൊ ഈ പ്രഷർ എക്സൈറ്റഡ് ബൈ ഗ്യാസ് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് അസംഷൻസ് ബേസിക് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആയിട്ട് നിർവചിച്ചിട്ടുള്ളത്. നമുക്ക് അതൊക്കെ നോക്കാം. ഇതിൽ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് എ സാമ്പിൾ ഓഫ് ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അർത്ഥം മനസ്സിലായി കാണും. ഒരു പെർട്ടിക്കുലർ ഗ്യാസ് എടുത്താൽ ധാരാളം മോളിക്യൂൾസ്, ഐഡന്റിക്കൽ മോളിക്യൂൾസ് അതിനുള്ളിൽ കാണുമെന്നാണ്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ദ മോളിക്യൂൾസ് ആർ വെരി ഫാർ എപ്പാർട്ട് കമ്പയർഡ് ടു ദെയർ സൈസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അതിനെ കുറിച്ച്. ഓരോ മോളിക്യൂളിന്റെ സൈസിന്റെ ഇരട്ടി ദൂരത്തിലായിരിക്കും രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ദ മോളിക്യൂൾസ് ആർ ട്രീറ്റഡ് ആസ് ഹാർഡ് സ്ഫിയേഴ്സ്. സ്ഫിരിക്കൽ ഷേപ്പ് ഉള്ള ഹാർഡ് വസ്തുക്കളെ പോലെയാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസില് ഗ്യാസ് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നാലാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് the molecules make perfect elastic collisions with the walls of the container and with each other. അതായത് നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് അന്യോന്യം കൂട്ടിയിടി നടത്തുകയും ചെയ്യും. മാത്രമല്ല അതിരിക്കുന്ന കണ്ടെയ്നറിന്റെ വോൾസിലും ഭിത്തിയിലും ഇടിക്കുകയും ചെയ്യും. ഇതൊരു ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് പറയുന്നത്. ഇലാസ്റ്റിക് കൊളീഷൻ നിങ്ങൾ വർക്ക് പവർ ആൻഡ് എനർജി എന്ന ചാപ്റ്ററിൽ കേട്ടിട്ടുണ്ട്. ഇലാസ്റ്റിക് കൊളീഷൻസ് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻസ്. അടുത്ത പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് the molecules exert no pressure each other unless they are collided. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചില്ലെങ്കിൽ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ യാതൊരു വിധമായ ഫോഴ്സും ചെലുത്തുന്നില്ല. അടുത്ത പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് the molecules obeys Newton's laws of force. ന്യൂട്ടന്റെ ഫോഴ്സിന്റെ തത്വങ്ങളൊക്കെ അനുസരിച്ചാണ് ഗ്യാസ് മോളിക്യൂൾസും പ്രവർത്തിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് പറയാൻ കഴിയുന്ന ഒരു പോസ്റ്റുലേറ്റ് ആണ് the average kinetic energy of a gas molecule is directly proportional to the temperature on it. അപ്പൊ ഇത്രയും പോസ്റ്റുലേറ്റ്സ് ആണ് നമുക്ക് തൽക്കാലം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നോക്കാനുള്ളത്. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. നമുക്ക് തൽക്കാലം ഇത്രയും പോർഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് 2021 അധികമായി ശ്രദ്ധിക്കേണ്ട പോർഷൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.